ചാവാനുള്ള സാധ്യത കൂടുതലാണ്. കാടകൃഷി മുമ്പ് ചെയ്തിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ കാടകൃഷിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പുതിയതായി കാടകൃഷിയിലേക്ക് വരുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശമാണ് ഞാനിവിടെ തന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മളെ വീടിന് അടുത്തുള്ളവരോ അല്ലെങ്കിൽ ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ കാടക്കുട്ടിലേക്ക് കയറണ്ടാന്നോ അല്ലെങ്കിൽ കാടയെ കാണണ്ടെന്നോ നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ പരമാവധി നമ്മൾ അപരിചിതരുടെ സാന്നിധ്യം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അവർ വന്നു കഴിഞ്ഞാൽ അവരോട് കാര്യങ്ങൾ തുറന്നു പറയാം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ നല്ല രീതിയിലുള്ള വരുമാനം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുള്ളൂ. കാടകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെലവും കൂടുതലാണ്, അതുപോലെ തന്നെ നല്ല രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും കൂടുതലാണ്. പല ആളുകളും കാടകൃഷി ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നഷ്ടത്തിലാണ്, നല്ല രീതിയിൽ വരുമാനം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവായി പോവാറുണ്ട്. നമ്മളെ കൂട്ടിൽ കൂടുതലൊക്കെ മുട്ടകൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ചില കാടകൾ അതിന് മുട്ടയുടെ മേല് കിടക്കുന്നത് കാണാം. നമ്മൾ വിചാരിക്കും അടയിരിക്കണമെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. പക്ഷെ അത് കുറച്ച് നേരത്തേക്ക് മാത്രം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അവര് എണീറ്റ് പോവുകയും ചെയ്യും. നമുക്ക് കിട്ടിയിരിക്കുന്ന മുട്ടകൾ ഇപ്പൊ നല്ല രീതിയിൽ വൃത്തിയുള്ള മുട്ടകളാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ താഴെയുള്ള വേസ്റ്റ് 4 ദിവസം 5 ദിവസം കൂടുമ്പോൾ മാറ്റിയിട്ടില്ലെങ്കിൽ ആ മുട്ടയിൽ വേസ്റ്റിലേക്ക് കലരുകയും ഇല്ലെന്നാണ് മുട്ട ഒന്നാകെ വൃത്തികേടായിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കാടയുടെ കാലിലെ ആ വേസ്റ്റൊക്കെ ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അവയുടെ വിരല് പോകാനും അല്ലെങ്കിൽ കാലിൽ മുറിയാവാനൊക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് 4 ദിവസം 5 ദിവസം കൂടുമ്പോൾ താഴെയുള്ള വേസ്റ്റൊക്കെ നീക്കം ചെയ്ത് നല്ല വൃത്തിയുള്ള ഈർച്ചപ്പൊടി അതിന് മുകളിലേക്ക് നമ്മൾ കാടക്കൂട് നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾ എപ്പോഴും കൊണ്ടു നടക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കാടയെ നോക്കുന്ന ആള് അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ, പനിയോ ജലദോഷമോ വന്നു കഴിഞ്ഞാൽ കാടക്കൂട്ടിലേക്ക് കയറുന്നത് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു.